സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 52-ാമത്തെ ശ്ലോകം. ബന്ധുക്കളർത്ഥഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൊക്കെയിതു അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കിടൊല്ല. ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഈ സംസാരത്തിൽ ബന്ധുക്കൾ, ധനം, ഗൃഹം, പുത്രാദികൾ തുടങ്ങിയവയോടുള്ള ബന്ധമാകുന്ന വലയിൽപ്പെട്ടവന് അവിടത്തെക്കുറിച്ചുള്ള ബ്രഹ്മതത്വം മനസ്സിലാവില്ല. അത് കണ്ണ് കാണാത്തവൻ്റെ മുന്നിൽ കണ്ണാടി കാണിക്കുന്നത് പോലെയാണ് പ്രഭു. ആ ഒരു നിലയിൽ ആക്കരുതേ നിന്തിരുവടിക്ക് നമസ്കാരം. മനുഷ്യൻ ലൗകികതയിൽ കുടുങ്ങിപ്പോയാൽ തത്വജ്ഞാനം എളുപ്പമല്ല. ബന്ധങ്ങളാകുന്ന വലയുടെ കണ്ണികൾ മുറിച്ചു മാറ്റാൻ പ്രയാസമാണ്. ഈ ഒരു കാര്യം രാമായണത്തിൽ ശ്രീരാമസ്വാമി ലക്ഷ്മണന് നൽകുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട്. സത്യം അറിയുന്നവർ തന്നെ പുത്രമിത്രാദികളിൽ മമത കൊണ്ട് ബദ്ധരായിത്തീരുന്നു. ഈ മമതാബന്ധം ഇല്ലാതാക്കാൻ എളുപ്പമല്ല. കണ്ണു കാണാത്തവന് തൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് ബന്ധനത്തിൽ അകപ്പെട്ട ഒരുവന് ബ്രഹ്മത്തെ കാണാൻ സാധിക്കാത്തത്. അജ്ഞാനമാകുന്ന അന്ധത ഇല്ലാതായി തീർന്നാൽ ജ്ഞാനം തെളിഞ്ഞു കാണാം. ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു തരണേ ഭഗവാനെ, അവിടുത്തേക്ക് നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, രാധേ രാധേ, ജയ് ഗുരുജി.